Hello, namaskaram. This is Nikon. Welcome back to my YouTube channel, Nomadic. So Maldives എത്രാമത്തെ എപ്പിസോഡ് എന്ന് എനിക്കറിയില്ല, പക്ഷേ സോ ദിസ് ഇസ് ഡേ 2 ഇൻ മാൽഡീവ്സ് ആൻഡ് ഡേ 2 ഞങ്ങൾ മഫൂഷി ഐലൻഡിലെത്തി. മഫൂഷി ഐലൻഡ് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഫുഡ് അടിക്കാൻ വേണ്ടി പോകണം. ഫുഡ് അടിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്, ഓഷ്യൻ വിസ്റ്റ എന്ന് പറയും. അവിടെ പോയി ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടി ഞങ്ങളുടെ ഇന്നത്തെ ചെക്ക് ഇൻ ഹോട്ടലായ ട്രിറ്റോൺ ഹോട്ടൽസ് ആയിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യും. നിനക്കറിയില്ലല്ലോ അല്ലേ, നിനക്കറിയാൻ പോകണേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ചെക്ക് ഇൻ. 2 ദിവസം സ്റ്റേ അവിടെയാണ്. റെസ്റ്റ് ഇപ്പോൾ ഫുഡ് അടിക്കണം. ഓൾമോസ്റ്റ് ഇവിടെ സമയം ഏകദേശം 12:20 ആയി. വിശപ്പായിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിരുന്നതുകൊണ്ട് അധികം വിശപ്പായിട്ടില്ല. വിശപ്പുണ്ടോ? അപ്പോൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ റൂമിലെത്തി. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം ആക്ടിവിറ്റീസ് ആയിട്ട് എന്തെങ്കിലും പുറത്തിറങ്ങണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. സോ കീപ് സപ്പോർട്ടിങ്. അതുപോലെ സ്നേഹം എന്നും ഉണ്ടാവുക. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. ആൻഡ് കീപ് സപ്പോർട്ടിങ് ലൈക്ക് ഓൾവേസ്. കുറച്ചും കൂടി റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഇനിയിപ്പോൾ ലഞ്ച് സെഷനിൽ കാണാം. സോ ഇതാണ് ഇന്നത്തെ ലഞ്ച്. വളരെ സിമ്പിൾ ലഞ്ചാണ്. റൈസ്, സാമ്പാർ, പപ്പടം, പിന്നെ ജ്യൂസും ഉണ്ട്. വ്ളോഗ് ചെയ്യാൻ പഠിക്കുകയാണോ? വ്ളോഗ് ചെയ്യാൻ പഠിക്കുക. എന്നെ കാണിച്ചിട്ട് എന്താ കാര്യം? നിന്നെ കാണിക്കണ്ടേ? ലഞ്ചടി കഴിഞ്ഞു. ലഞ്ച് നമുക്ക് നോർമൽ ഇന്ത്യൻ ലഞ്ച് പോലെ തന്നെയായിരുന്നു. ഇന്ത്യൻ അല്ല, കേരള ലഞ്ച് പോലെ. റൈസ്, സാമ്പാർ, രസം, മോര്, പിന്നെ പറയാൻ ഇവിടുത്തെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല. റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഞാനൊരു 6 ഒക്കെ കൊടുക്കുള്ളൂ. അത്ര അടിപൊളി നല്ല ഫുഡ്. പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്കിപ്പോൾ എവിടെ പോകണം എന്നാണ്, ഇവിടെ വന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെ നമുക്ക് എക്സ്ട്രാ പാക്കേജിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്നോർക്കലിംഗ്, കയാക്കിംഗ്, ജെറ്റ് സ്കീ, ഫൺ ട്യൂബ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടമായി ചെയ്യാം. ഇന്ന് അതുപോലെ ഒരു ചെറിയൊരു ഫിഷിംഗ് പരിപാടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ദൂരം പോയി ഫിഷ് ചെയ്തിട്ട് 8:30 ആകുമ്പോൾ തിരിച്ച് വരും. ഡിന്നർ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നാളെ വീണ്ടും ആക്ടിവിറ്റീസ് ചെയ്യാം. രാവിലെ നമുക്ക് സ്നോർക്കലിംഗ് ഉണ്ട്. സ്നോർക്കലിംഗ് നമുക്ക് വേറെ പോയിന്റിൽ പോയിട്ട് ഏകദേശം ഒരു ഹാഫ് ഡേ സ്നോർക്കലിംഗ് ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് ഫുഡ് അടിച്ച് തിരിച്ച് വരും. തിരിച്ച് വന്നിട്ട് നാളെ ഈവനിങ് കുറച്ച് ഫ്രീ ടൈം കിട്ടും. അത് നാളെ ആക്ടിവിറ്റീസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നാളത്തെ ഈവനിങ് കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ ഏർലി മോർണിംഗ് ഇവിടെ നിന്ന് ലീവ് ചെയ്യും. ആൻഡ് ഒരു ഏർലി മോർണിംഗ് സ്പീഡ് ബോട്ട് അറേഞ്ച് ചെയ്യും. പിന്നെ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന് വിൽ ഡു ദ ടാറ്റ അൽവിദ ടു മാൽഡീവ്സ്. അതോടെ മാൽഡീവ്സ് ട്രിപ്പ് അവിടെ അവസാനിപ്പിക്കും. പിന്നെ ഫ്യൂച്ചറിൽ വരാം, നോക്കാം. ഡിപ്പെൻഡ്സ് ഓൺ വൈഫി. അവളാണ് ഇനി അടുത്ത ട്രിപ്പ് എനിക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് എനിക്ക് എൻ്റെ അടുത്ത യൂറോപ്പ് ട്രിപ്പ് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രൂഫായി, എല്ലാവരും കണ്ട് കേൾക്കുന്നു. സോ ഞങ്ങളുടെ ബഗ്ഗി എത്തിക്കുന്നു. ഹോട്ടലിലേക്ക് പോകേണ്ട ബഗ്ഗിയാണ്. തിരിഞ്ഞിരിക്കാൻ വയ്യ. ബസ് സ്റ്റാൻഡിൽ KSRTC പാർക്ക്. ഓരോരോ വണ്ടികൾ സ്പീഡ് ബോട്ട് പാർക്കിലാണ്. ഇപ്പോൾ ഓരോ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. അതായിട്ട് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ഉപയോഗിക്കാൻ വേണ്ടി അതാണ് ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് കൊടുക്കും. ഞങ്ങളുടെ സാരഥിയാണ് ഇന്ത്യയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ നല്ല കൂളിംഗ് ഗ്ലാസ് കെട്ട് നല്ല ചില്ലുന്നിരിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് താങ്ക് യു. സൈക്കിൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു താങ്ക് യു. താങ്ക് യു.
റിഫ്രഷിങ് ടവൽ. റിഫ്രഷ് ചെയ്തിട്ട് വേണം മുന്നിൽ പോകാനാണ് പറഞ്ഞത്. ആ താങ്ക് യു. വെൽക്കം ഡ്രിങ്ക് കിട്ടി. ചെയ്തു. ഇതാണ് ഞങ്ങളുടെ പുതിയ റൂം ആൻഡ് ഹിയർ വി ഗോ. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു ലക്ഷറി ബെഡ്, സ്പേഷ്യസ് ആയിട്ടൊരു ബെഡുണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഒരു ചെറിയ ഗ്ലാസും ഷെൽഫും പോലെയൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് വാർഡ്രോബ്. അത് തന്നെയാണ് വാർഡ്രോബ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഹാങ്ങിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ അമ്പർല കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാബിൻ കൂടി ഉണ്ട്. ഇവിടെ ലോക്കേഴ്സും ഒരു മിനി ഫ്രിഡ്ജും ഉണ്ട്. ഓക്കെ, ഇത് ട്രിറ്റോൺ പ്രോപ്പർട്ടീസാണ്. അവരുടെ കുറിച്ചുള്ള ഡീറ്റെയിൽ സംഭവങ്ങളൊക്കെയാണ്, അവരുടെ പാക്കേജസും സ്പാ പരിപാടികളൊക്കെ. ആൻഡ് ഇവിടെയാണ് വാഷ്റൂം എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുൾ ഗ്ലാസ് ഡോഴ്സൊക്കെയാണ്. ടോയ്ലറ്റ് ആൻഡ് ദിസ് ബേസിൻ ഇയർ, ഹെയർ ഡ്രയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇത് ചെറിയ ഓട്ടയും കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ അവിടെ? ഇവിടെ ബ്ലൈൻഡ്സ് ഉണ്ട്. ബ്ലൈൻഡ്സ് ഇട്ടില്ല വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നവർക്ക് എല്ലാ വ്യൂവും കിട്ടും. പിന്നെ ഇവിടെ ഷവർ ഏരിയ ഇങ്ങനെയാണ്. ഷവർ ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ അവിടെ ബീച്ച് കാണാൻ പറ്റും. ഇറ്റ്സ് ഗുഡ്. സ്മോൾ ആൻഡ് സോ കോമ്പാക്റ്റ് ആണെങ്കിലും നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വാഷ്റൂം. പിന്നെ ഇവിടെ ടെലിഫോൺ സംഭവങ്ങളൊക്കെ, റീഡിങ് ലാമ്പുണ്ട്, ചെറിയ സ്റ്റൂൾ, ബെഡ് ആൻഡ് ഒരു ഹ്യൂമൻഗസ് TV ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഏരിയ ഫോർ കോഫി, ടീ, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇനി ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ്, ബാൽക്കണി വ്യൂ. ഹിയർ യു ഗോ. നമുക്ക് അവിടെ കാണാൻ പറ്റും ബീച്ച് ഓവർ ദെയർ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നു. ഇത് കുറച്ച് സൂക്ഷിക്കുന്നുണ്ട്, അതിന് താഴടിക്കും. ഇവിടെ ഇരുന്ന് രണ്ടുപേർക്ക് ഇരുന്ന് സുഖമായിരുന്നു ഇവിടെ ബീച്ച് വ്യൂവും ആഘോഷിച്ച് ടീ ചായ എന്താ വെച്ചാൽ കുടിക്കാം. ഓൾമോസ്റ്റ് 6th ഫ്ലോറിലാണ് നമ്മളല്ലേ? 6th ഫ്ലോറാണ്. ഇവിടെ ഫുൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കടൽ. ഇവിടെ വലിയ വലിയ ബിൽഡിങ്സ് വരുന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല സിമ്പിളാണെങ്കിലും നല്ല അല്ലേ, നല്ല ലക്ഷറിയസ് ഫീലുണ്ട്. നല്ല കോമ്പാക്റ്റാണ്. ചെറിയ സ്പേസിൽ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗുഡ് പ്രോപ്പർട്ടി. തംസ് അപ്പ് ടു ദ പ്രോപ്പർട്ടി. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചൊരു വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി പോവാണ്. സോ ഞങ്ങൾ ചേഞ്ചപ്പ് ചെയ്തു, ഫുൾ സെറ്റായിട്ട്. അപ്പോൾ നമ്മളേതാ ചെയ്യുന്നത്? കയാക്കിംഗ് ആണ് ബുക്ക് ചെയ്തിരിക്കണം. അപ്പോൾ പോയിട്ട് കയാപ്പ് താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയെ പോയി കണ്ടിട്ട് പുള്ളിയെ ഞങ്ങൾ കൊണ്ടുപോകണം. സോ ബാക്കി ഇത് ഇവിടുത്തെ ലോക്കൽ സ്ട്രീറ്റാണ്. എല്ലാം സൊവീനിയർ ഷോപ്സും കുറേ കഫേസ് ഉണ്ട്. മൊബൈൽസ് എങ്ങനെ അവിടെ ഹയർ ചെയ്യണ കാര്യം എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ വലിയ ഐഡിയ ഇല്ല. പിന്നെ നോർമൽ ആയിട്ട് ഫുൾ ഇങ്ങനെ ചെറിയ സ്ട്രീറ്റാണ്. അതിലിങ്ങനെ ഫുൾ 4 ഭാഗത്തും കടകളൊക്കെ ആയിട്ട് കഫേസ് ആണെങ്കിലും ഗ്രോസറീസ് ആണെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു ഫോറിൻ ടച്ച് വരുന്നത് വെച്ചാൽ അങ്ങനെ ഇല്ല. ഒരു ഫ്രഞ്ച് കോളനി കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ പോലെയുണ്ട് ചെറുതായിട്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളധികം ലോക്കൽ പീപ്പിളിനെ അധികം കണ്ടില്ല. ഇവിടുത്തെ ഒരു ഷോപ്പാണ്, ലോക്കൽ ഡ്രസ്സ് കിട്ടുന്ന ഷോപ്സാണ് ഇതൊക്കെ. സോ റൈറ്റ് നൗ കയാക്കിന് വേണ്ടി പോവാണ്. അപ്പോൾ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. പേടിയുണ്ടോ? ഇത് പേടിക്കാവുന്നില്ല. ക്ലൈമറ്റ് അടിപൊളിയായിട്ടുണ്ട്. വലിയ വെയിലില്ല ഈ സമയത്ത്. ക്ലൗഡ്സൊക്കെ വന്നിട്ടുണ്ട്. I don't know much. Okay. So you won't be coming?
You'll be watching from me, okay? ഇതാണ് നമ്മുടെ കയാക്ക്. വലിയ പരിചയമില്ല, എങ്ങനെയുണ്ടാവും? ഞാൻ മച്ചിൻ്റെ കൂടെ ഗായ്സ്, ഇവിടെ ഒരാൾ കയാക്കിങ് ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഒരുപാട് ലിമിറ്റ് തന്നിട്ടുണ്ട്. അവിടെ കാണാൻ 2 റോക്സാണ് ലിമിറ്റ്. അപ്പോൾ ഈ ലിമിറ്റിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ കയാക്ക് ചെയ്യാൻ. ആൻഡ് അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമറ്റ് വലിയ ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട്. അപ്പം ഇത് കുറച്ചൊക്കെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടേൺ ചെയ്യേണ്ടതും പിന്നെ എങ്ങനെ ഫോർവേഡ് പോകണം ബാക്ക് കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ നല്ല ക്ലൈമറ്റ് ചൂടിയതുകൊണ്ട് നല്ല സുഖമുണ്ട് ചെയ്യാൻ. ആൻഡ് റെസ്റ്റ് യു ക്യാൻ വാച്ച് ദ വീഡിയോ. കടലിൽ അക്കരെ പോകണ്ട, വേഗം തിരിച്ചോ. വേണ്ട പോ, എല്ലാവരും നോക്കി എന്നെ നിലവിളി കേട്ടു. ആ നിലവിളി ശബ്ദം വിടൂ. നമുക്കിത്ര മതി മതി പറയുന്നു. നേരെ വേണമെങ്കിൽ പോക്കൂടെ, അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഇവിടെ കയാക്കിങ് എക്സ്പേർട്ട് ആയിക്കുകയാണ്. തുഴഞ്ഞ് കയാക്കിങ്ങിൽ എക്സ്പേർട്ടായി തുഴഞ്ഞിരുന്നുകൊണ്ടിരിക്കുന്ന മിസ്സിസ് നിഖിൽ, മിസ് നിഖില നന്ദകുമാർ ഡോക്ടർ പണി വിട്ട് ഇനി കയാക്ക് പണി തുടങ്ങാൻ പോവുകയാണ്. മീൻ പിടിക്കാൻ പണിയാണ്. മീൻ പിടുത്തത്തിന് പോയാൽ ജട്ടി വന്നപ്പോൾ പണി കിട്ടും. ജട്ടി വന്നു കഴിഞ്ഞാൽ അത് തരയടിക്കും. എങ്ങനെയാണ് എങ്ങനെയാ ചേച്ചി, എങ്ങനെയാണ്? ഒന്നും ആഴുമില്ല. അങ്ങനെ കയാക്കിങ് ആക്ടിവിറ്റി കഴിഞ്ഞു. വാസ് ഗുഡ്. നല്ല ഒരു എന്താ പറയുക, ഒരു എക്സസൈസ് പോലെ തന്നെയായിരുന്നു. 2 കൈ നല്ല ഇളകി നല്ല വേദനയൊക്കെ വന്നു. വാസ് എ കയാക്കിങ് ആക്ടിവിറ്റി. നല്ലൊരു എക്സ്പീരിയൻസാണ്. ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ ഒരു ഫ്ലോയിൽ സേഫാണ്. പിന്നെ ആ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ ഡീപ്പും അല്ല ഓഷ്യൻ. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വലിയ വേവ്സിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നന്നായി അടിപൊളിയായി കയാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആദ്യം അറിയില്ല വിചാരിച്ചു, പക്ഷേ ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഈവനിങ് എല്ലാം റെഡിയായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൺസെറ്റ് ക്രൂസാണ്, ഒരു ഫിഷിംഗ് ഒക്കെ ഉള്ള ക്രൂസാണ്. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. ആൻഡ് വി ആർ ജസ്റ്റ് വെൽ ഡ്രസ്ഡ് വൈഫിൻ്റെ ഒപ്പം നോട്ട് വെൽ ഡ്രസ്ഡ് ഹസ്ബൻഡ്. പിന്നെ ആകെ മൊത്തം ടാനൊക്കെ അടിച്ചിട്ടോ. ഈ നല്ല വെയിലൊക്കെ കൊണ്ട് ഫുള്ള് സ്കിന്നൊക്കെ ടാൻ അടിച്ച് ആകെ മൊത്തം ഇവിടെ വന്ന പോലെയല്ല ഇപ്പോൾ തിരിച്ചു പോകാൻ പോകണമെന്ന് നല്ല ഉറപ്പായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ എല്ലാവരും വരുന്നത് ടാൻ ചെയ്യാനാണ്. അതെ. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളടുത്ത് 5:15 റിപ്പോർട്ട് ജെട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. 5:30 ക്രൂസ് പുറപ്പെടുന്നത്. സോ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. സോ ഞങ്ങൾ കുറച്ച് ലേറ്റാണ്, അപ്പോൾ നടന്ന് അവിടെ എത്തണം. ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം.
സൺസെറ്റ് ക്രൂസും ഫിഷിങ്ങും കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ എത്തിയുള്ളൂ. ഇപ്പോൾ എത്തിയത് അങ്ങോട്ട് ഡിന്നർ അറേഞ്ച് വേറെ സ്പോട്ടിലാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് അവിടെ തന്നെയാണ്. അവിടെ തന്നെ ഡിന്നർ കഴിക്കാൻ പോണേ. പിന്നെ ആകെ ടയറിങ് അല്ല, ബോറടി എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോണ വരെ ബോറടിയാണ്. അതുവരെ പോണ വരെ ടൈം എടുക്കുക. ആ ടൈം ഒരു 30 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. 30 മിനിറ്റ്സോളം ആ ജേണി ഒരു ടയറിങ് അല്ല, ബോറിങ് ജേണിയാണ്. കാരണം വേറെ ഒന്നുമില്ല. കാരണം ചുറ്റും കടലാണ്, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ അതുമാത്രം, വേറെ പ്രശ്നമില്ല. പിന്നെ ഈ കാറ്റ് നമ്മുടെ ഉപ്പ് രസമുള്ള കാറ്റാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റിക്കിയാണ് നമ്മുടെ ഇതൊക്കെ സ്കിന്നൊക്കെ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയെല്ലാം ക്ലൈമറ്റ് വൈസ് എല്ലാം അടിപൊളിയാണ്. ചെറിയൊരു തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. പ്രിറ്റി മച്ച് എൻജോയ്ഡ്. ഫിഷിങ് ചെയ്ത് മീനെ കിട്ടി. അതിൻ്റെ ഹാവേഴ്സിൽ വീണ്ടും പിടിക്കാൻ നോക്കി. അപ്പോൾ ഒന്നും കിട്ടിയില്ല. അതാണ് ഉണ്ടായത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോറടിയാൻ തുടങ്ങി. പിന്നെ അപ്പോൾ അത് നിർത്തി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തി. ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോകണേ. ഫുഡ് അടിച്ചിട്ട് സോ ഇന്നത്തെ പരിപാടികൾ ഫുൾ കഴിഞ്ഞു. ഫുഡ് അടി കഴിഞ്ഞു. ഫൈനലി ഇറ്റ്സ് ടൈം ടു എൻഡ് ദ വ്ളോഗ് ഹിയർ. ആൻഡ് നാളെ പുതിയ വ്ളോഗ് തുടങ്ങും. ടിൽ ദെൻ സോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് we'll see you soon in the very next vlog. Till then, bye bye, take care.